സ്പെഷ്യൽ എഡിഷൻ തുടരുന്നു. ഡൽഹി കൂട്ടബലാത്സംഗ കേസിലെ പ്രതി തിഹാർ ജയിലിൽ മരിച്ചതിൽ ഗുരുതരമായ സുരക്ഷാ വീഴ്ചയുണ്ടായതായി ആഭ്യന്തരമന്ത്രി സുശീൽ കുമാർ ഷിൻഡെ. മജിസ്ട്രേറ്റ് തല അന്വേഷണം നടക്കുകയാണ്. റിപ്പോർട്ട് കിട്ടിയാൽ നടപടിയെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ബസ് ഡ്രൈവറായിരുന്ന റാം സിംഗിനെയാണ് തിഹാർ ജയിലിൽ ഇന്ന് രാവിലെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. It is a must be major lapse, but the inquiry is being done, and after the inquiry, everything will be done. Suicide तो है ये preliminary report है, और ये सब इंक्वायरी में आ जाएगा. उसकी इंक्वायरी चालू है, और उसके लिए श्री हेमराज लर्नेड मेट्रोपॉलिटन मैजिस्ट्रेट has been entrusted to conduct a magisterial inquiry into the incident. റാം സിംഗിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ പശ്ചാത്തലത്തിൽ കേസിലെ മറ്റു പ്രതികളുടെ സുരക്ഷ ശക്തമാക്കാൻ വിചാരണ കോടതി ഉത്തരവിട്ടു. റാം സിംഗ് ആത്മഹത്യ ചെയ്തതാണെന്ന് പോലീസ് പറഞ്ഞു. തന്റെ മകനെ കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് റാം സിംഗിന്റെ പിതാവ് ആരോപിച്ചു. സംഭവത്തിൽ ആഭ്യന്തര വകുപ്പിന് തിഹാർ ജയിൽ അധികൃതർ റിപ്പോർട്ട് നൽകി. തിഹാർ ജയിലിൽ തടവുകാരനായിരുന്ന രാം സിംഗിനെ പുലർച്ചെ 5:45 തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയതായും വിവരം കുടുംബത്തെ അറിയിച്ചതായും ജയിൽ മേധാവി പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ പറയുന്നു. തന്റെ വസ്ത്രം ഉപയോഗിച്ച് രാം സിംഗ് തൂങ്ങി മരിക്കുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ തന്റെ മകന്റെ മരണം കൊലപാതകമാണെന്ന് ആരോപിച്ച പിതാവ് മംഗേ രാം സിംഗ് CBI അന്വേഷണം വേണമെന്നാണ് ആവശ്യപ്പെടുന്നത്. മജിസ്ട്രേറ്റ് തല അന്വേഷണത്തിനാണ് സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചത്. ജയിലിൽ രാം സിംഗ് സന്തോഷവാനായിരുന്നെന്നും ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യമില്ലെന്നും വാദിച്ച അഭിഭാഷകൻ VK ആനന്ദ് സുപ്രീം കോടതിയെ സമീപിക്കുമെന്നും പറഞ്ഞു. देखिएगा, मैं ये क्यों कहूँ कि मुझे इतना पता है कि वो सुसाइड नहीं कर सकता. कहीं ना कहीं आगे एक फाउल प्ले किया गया है. फाउल प्ले नजर आ रहा है. ഒരാഴ്ച മുമ്പ് ജയിലിൽ രാം സിംഗ് ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു. അതിനുശേഷം ആത്മഹത്യാ നിരീക്ഷണം ശക്തമാക്കുകയും ചെയ്തു. അതുകൊണ്ടുതന്നെ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്ന ആരോപണം ഉയരുന്നുണ്ട്. നേരത്തെ തിഹാർ ജയിലിന്റെ ചുമതലയുണ്ടായിരുന്ന കിരൺ ബേദിയും സുരക്ഷാ വീഴ്ചയിൽ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഡൽഹി കൂട്ടമാനഭംഗ കേസിലെ മുഖ്യ കുറ്റാരോപിതനായ രാം സിംഗിന്റെ മരണത്തോടെ മറ്റു പ്രതികളുടെ സുരക്ഷയും ശക്തമാക്കിയിട്ടുണ്ട്. തിഹാർ ജയിലിൽ നിന്ന് മാറ്റണമെന്ന ആവശ്യമാണ് ഇവരുടെ അഭിഭാഷകൻ ഉന്നയിക്കുന്നത്. കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളും ആത്മഹത്യാ നിരീക്ഷണ സംവിധാനങ്ങളുമുള്ള തിഹാർ ജയിലിനകത്ത് രാം സിംഗിന് സ്വയം മരിക്കാനാവില്ലെന്നാണ് അഡ്വക്കേറ്റ് VK ആനന്ദ് വാദിക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്നും അദ്ദേഹം വാദിക്കുന്നു. ദീൻദയാൽ ഉപാധ്യായ കോളേജിലെ മോർച്ചറിക്ക് മുന്നിൽ നിന്നും ക്യാമറാമാൻ എൽദോ ജോസഫിനൊപ്പം മുജീബ് റഹ്മാൻ, മീഡിയ 1. ജന്മനാടിന്റെ ആദരവേറ്റുവാങ്ങി അബ്ദുൽ നാസർ മഅദനി അൻവർ ശരിയിലെത്തി. 2.5 വർഷത്തിന് ശേഷം ഇവിടെ എത്തിയ മഅദനിയെ കാണാൻ ആയിരങ്ങളാണ് തടിച്ചുകൂടിയത്. പിതാവിനെയും മാതാവിനെയും സന്ദർശിച്ച ശേഷം മഅദനി മടങ്ങി. നേരത്തെ തീരുമാനിച്ചതിൽ നിന്നും 1.5 മണിക്കൂർ വൈകി കൃത്യം 12:35 അബ്ദുൽ നാസർ മഅദനി അൻവാർ ശേരിയിലെത്തിയത്. മുദ്രാവാക്യം വിളികളോടെ കാത്തുനിന്ന ആയിരങ്ങൾ മഅദനിയെ ആവേശപൂർവ്വം സ്വീകരിച്ചു. തടിച്ചുകൂടിയ നാട്ടുകാരെ കൈവീശി അഭിവാദ്യം ചെയ്തു. വാഹനത്തിൽ നിന്നിറങ്ങിയ മഅദനിയെ നേരെ അൻവാർ ശേരി ശരീഅത്ത് കോളേജിലേക്ക് കൊണ്ടുപോയി. ഓഫീസിനകത്ത് പിതാവ് അബ്ദുസമദ് മാസ്റ്ററും മാതാവ് അസ്മാ ബീവിയും കാത്തിരിപ്പുണ്ടായിരുന്നു. വികാരനിർഭരമായിരുന്നു ഈ കൂടിക്കാഴ്ച. ഭാര്യ സൂഫിയയും മക്കളായ ഉമർ മുക്താർ, സലാഹുദ്ദീൻ അയ്യൂബി, ജസ്റ്റിസ് ഫോർ മഅദനി ഫോറം കൺവീനർ ഷഹീർ മൗലവി എന്നിവർ മാതാപിതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ ഒപ്പമുണ്ടായിരുന്നു. തുടർന്ന് തൊട്ടടുത്തുള്ള പള്ളിയിൽ മഅദനി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. തടിച്ചുകൂടിയ നാട്ടുകാർ മഅദനിയെ കണ്ട് ആശീർവാദം വാങ്ങിയാണ് മടങ്ങിയത്. 3:50 മഅദനിയെ തിരിച്ച് അസീസിയ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. 2.5 വർഷത്തിന് ശേഷം ജന്മനാട്ടിലെത്തിയ അബ്ദുൽ നാസർ മഅദനിയെ കണ്ണീരോടെയാണ് ഇവിടെ നിന്നും യാത്ര അയച്ചത്. അൻവാർ ശേരിയിൽ നിന്നും ക്യാമറമാൻ സുജേഷിനോടൊപ്പം ജലീൽ പടന്ന, മീഡിയ 1. വിചാരണ ഇല്ലാതെ ജയിലിൽ കഴിയുന്നവരുടെ വികാരമാണ് അബ്ദുൽ നാസർ മഅദനി പ്രസംഗത്തിൽ പ്രകടിപ്പിച്ചതെന്ന് രമേശ് ചെന്നിത്തല. പ്രസംഗം വിവാദമാക്കേണ്ടതില്ല, നിയമലംഘനം പരിശോധിക്കേണ്ടത് കോടതിയാണെന്നും ചെന്നിത്തല കാസർഗോഡ് പറഞ്ഞു. 8-9 വർഷക്കാലം ജയിലിൽ കിടന്ന ഒരാളിന്റെ മാനസികാവസ്ഥ നമ്മളെല്ലാവരും കാണണം. പിന്നെ അദ്ദേഹം മകളുടെ കല്യാണത്തിന് പറഞ്ഞ കാര്യങ്ങൾ നമ്മളൊരു വിവാദമാക്കേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. അതങ്ങനെ അതിനെ കണ്ടാൽ മതി. ഒരു മനുഷ്യത്വപരമായ ഒരു സമീപനം അതിൽ കണ്ടാൽ മതി. ജാമ്യവ്യവസ്ഥകളുടെ ലംഘനം ഉണ്ടായിട്ടില്ല. അല്ല, അതിനെ നമ്മൾ അങ്ങനെ കാണണ്ട. ഒരാളെ ശ്രീ മദനിയുടെ മാനസികാവസ്ഥ നമ്മളെല്ലാവരും മനസ്സിലാക്കണം. അതൊരു വൻ വിവാദത്തിലേക്ക് വഴി ചിഴയ്ക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നീതി നിഷേധിക്കപ്പെട്ടവന്റെ സ്വരമാണ് മഅദനിയുടേതെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. പ്രസംഗത്തിൽ നിയമലംഘനം നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് കോടതിയാണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. അദ്ദേഹത്തിന് ഭരണകൂട സംവിധാനത്തിൽ നേരിടേണ്ടി വന്നിട്ടുള്ള പീഡനങ്ങളാണ് അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്.
വിചാരണ കൂടാതെ തടങ്കിൽ കിടത്തിയിരിക്കുന്ന ഒരു മനുഷ്യൻ, നീതി നിഷേധിക്കപ്പെട്ട ഒരു മനുഷ്യൻ്റെ ഒരു ശബ്ദമാണ് മദനി പുറപ്പെടുവിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് എല്ലാ തരത്തിലും നീതി നിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. കോടതി വെച്ച കണ്ടീഷൻ അടിസ്ഥാനത്തിൽ എന്തൊക്കെയാണ് കണ്ടീഷൻ എന്നുള്ളത് കോടതി പരിശോധിച്ച് നിലപാടെടുക്കട്ടെ. അത് നിയമവിരുദ്ധമായിട്ട് വല്ലതുണ്ടോ എന്നൊക്കെ തന്നെ കോടതിയാണ് പരിശോധിക്കേണ്ടത്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം അദ്ദേഹത്തിനുണ്ടായ അനുഭവങ്ങളാണ്. SSLC പരീക്ഷയുടെ ആദ്യ ദിനം കുട്ടികൾക്ക് ആശ്വാസം പകരുന്നതായിരുന്നു. പരീക്ഷാ വിശേഷങ്ങൾ അറിയാൻ തിരുവനന്തപുരം SMV മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുറബ് നേരിട്ടെത്തി. ഈ മാസം 23 വരെയാണ് പരീക്ഷ. SSLC പരീക്ഷയുടെ ആദ്യ ദിനം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ കുട്ടികളുടെ മുഖത്ത് നിറഞ്ഞ സന്തോഷം. പ്രതീക്ഷിച്ചതുപോലെ തന്നെ ചോദ്യപേപ്പർ ചതിച്ചില്ല. മലയാളം പരീക്ഷയായിരുന്നു, വളരെ എളുപ്പമായിരുന്നു. എന്നാൽ ഇന്ന് പരീക്ഷയ്ക്ക് മുമ്പായിട്ട് ഇന്നലെ ഭയങ്കര പേടിയുണ്ടായിരുന്നു. കുഴപ്പമില്ലായിരുന്നു, ഒരുവിധം നന്നായി എഴുതി. ഇനിയുള്ള പരീക്ഷകളും സാമാന്യം നന്നായി എഴുതാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. പരീക്ഷയുടെ മധുരവുമായി പുറത്തിറങ്ങിയ തിരുവനന്തപുരം SMV മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ പക്ഷേ ഒന്ന് ഞെട്ടി. സ്കൂൾ മുറ്റത്ത് പരീക്ഷാ വിശേഷങ്ങൾ അറിയാൻ വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുറബ്. പരീക്ഷാ കാര്യങ്ങൾ ചോദിച്ച് മന്ത്രി അടുത്തേക്ക് വന്നതോടെ കുട്ടികളുടെ ആദ്യ അമ്പരപ്പ് മാറി. അവർ മന്ത്രിയോട് പരീക്ഷാ വിശേഷങ്ങൾ പറഞ്ഞു തുടങ്ങി. കുട്ടികൾ ഹാപ്പിയാണെന്ന് അറിഞ്ഞതോടെ മന്ത്രിയും ഹാപ്പി. കുട്ടികൾ ഇന്ന് പറഞ്ഞത് നന്നായിരുന്നു, വലിയ കുഴപ്പമില്ലാതെ എഴുതാൻ പറ്റി. ചിലർക്ക് കുറച്ച് സമയത്തിൻ്റെ ഒരു കുറവുണ്ട് എന്ന് പറഞ്ഞു. അത് സാധാരണ എല്ലായ്പ്പോഴും ഉണ്ടാകുന്ന ഒരു പൊതുവായിട്ടുള്ള ഒരു പരാതിയാണ്. സംസ്ഥാനത്തെ 2800 കേന്ദ്രങ്ങളിലായി 4,79,650 കുട്ടികളാണ് ഇന്ന് പരീക്ഷ എഴുതിയത്. മാർച്ച് 23 വരെയാണ് പരീക്ഷ. അടുത്ത പരീക്ഷകളൊന്നും കടുത്ത പരീക്ഷണങ്ങളാകലേ എന്ന പ്രാർത്ഥനയോടെ നാളത്തെ പരീക്ഷയ്ക്കായുള്ള ഒരുക്കത്തിലേക്ക് കടക്കുകയാണ് വിദ്യാർത്ഥികൾ. മീഡിയ 1 തിരുവനന്തപുരം. PSC നിയമനങ്ങളിൽ മലയാള ഭാഷാ പരിജ്ഞാനം നിർബന്ധമാക്കണമെന്ന് സർക്കാർ നിർദ്ദേശം PSC അംഗീകരിച്ചു. ഇന്ന് ചേർന്ന PSC ബോർഡ് യോഗമാണ് അംഗീകാരം നൽകിയത്. ഭരണഭാഷ മലയാളമാക്കുന്നതിനെ തുടർന്നാണ് നിയമനങ്ങളിൽ മലയാളം നിർബന്ധമാക്കാൻ തീരുമാനിച്ചത്. ഇതനുസരിച്ച് PSCയുടെ ഇനിയുള്ള നിയമനങ്ങളിൽ ഭാഷാ പരിജ്ഞാനം നിർബന്ധമാക്കും. നിലവിലെ സർക്കാർ ജീവനക്കാർക്ക് പ്രത്യേക പരീക്ഷ നടത്തും. ഡിപ്പാർട്ട്മെന്റ് തല പരീക്ഷയുടെ രൂപത്തിലായിരിക്കും ഇത്തരം പരീക്ഷകൾ നടത്തുക. കഞ്ചിക്കോട് റെയിൽ കോച്ച് ഫാക്ടറിയുടെ നിർമ്മാണത്തിന് മുതൽ മുടക്കാൻ പൊതുമേഖലാ സ്ഥാപനമായ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ സന്നദ്ധത പ്രകടിപ്പിച്ചു. 515 കോടി രൂപയാണ് കഞ്ചിക്കോട് കോച്ച് ഫാക്ടറിയുടെ നിർമ്മാണ ചെലവ്. കേന്ദ്ര സർക്കാർ അനുമതി നൽകുകയാണെങ്കിൽ അത്രയും മുതൽ മുടക്കാൻ തയ്യാറാണെന്ന് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ അറിയിച്ചിരുന്നു. സർക്കാർ ഈ വിഷയത്തിൽ തുടർ നടപടി സ്വീകരിക്കണം എന്ന് റെയിൽവേ ബജറ്റ് ചർച്ചയ്ക്കിടെ MP രാജേഷ് MP ആവശ്യപ്പെട്ടു. റെയിൽവേ ബജറ്റ് പ്രഖ്യാപനത്തോടെ കേരളത്തിന്റെ പ്രതീക്ഷ മങ്ങിയ സാഹചര്യത്തിലാണ് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ സന്നദ്ധത ആശ്വാസമാകുന്നത്. സ്പെഷ്യൽ എഡിഷൻ ഒരിടവേളയിലേക്ക് കൂടി പോകും. Special edition brought to you by Aston. ഒരു നിരീശ്വരവാദിയും ആന്തരിക സൗന്ദര്യം വേണ്ട എന്ന് പറയുന്നില്ല. എന്നാൽ അത് എങ്ങനെ കുട്ടികളിൽ എത്തിച്ചു കൊടുക്കണമെന്ന് അവർക്കറിയില്ല. അതിനുള്ള ഉത്തരമാണ് ക്രിസ്തുവും കൃഷ്ണനും മുഹമ്മദും. പൊതുവെ നമ്മളിപ്പോൾ മാധ്യമങ്ങളിൽ വനിതാ മാസികകളൊക്കെ നോക്കുമ്പോൾ സൗന്ദര്യം ഒരുതരം പെയിന്റ് അടിക്കലാണെന്നുള്ളൊരു സന്ദേശമാണ് നമുക്ക് കിട്ടുന്നത്. ഒരു ചെമ്പനീർ പൂവിറുത്തു ഞാനോ മലേ ഒരു വേള നിന്നേർക്കു നീട്ടിയില്ല എങ്കിലും എങ്ങനെ നീ അറിഞ്ഞു എൻ്റെ ചെമ്പനീർ പൂക്കുന്നതായി നിനക്കാ. എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട് ഒരാൾ വരുമ്പം കൊള്ളാലല്ലോ കൊള്ളാടിയില്ലേ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എൻ്റെ ഭർത്താവിനോട് കൊള്ളാലോ അയാളെന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് ഒരു കുഞ്ഞു വിഷമം എൻ്റെ ഭർത്താവിന് ഉണ്ടാവുന്ന എനിക്ക്. പക്ഷേ ഈ കുട്ടി അതിനാണല്ലോ ഉപയോഗിക്കുന്നത്. ഫ്രണ്ട്സിൻ്റെ അടുത്ത് ആയാൽ പോലും പലപ്പോഴും ഇവളുടെ ഫ്രണ്ട്സിനെ ഞാൻ പരിചയപ്പെടുന്ന സമയത്ത് ഇതെൻ്റെ മമ്മിയാന്ന് പറഞ്ഞിട്ട് പരിചയപ്പെടുത്തുന്നു. ഞാൻ സ്ത്രീ രാത്രി 8-ന്. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഞാൻ സ്ത്രീ ബ്രോട്ട് യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ ചെയിനുകളുടെ ഉത്സവം. സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്.
ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ പടപൊരുതാൻ ചങ്കൂറ്റം കാണിച്ച നാട്ടുരാജാവാണ് ടിപ്പു സുൽത്താൻ. ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ വർഗീയവാദിയായി മുദ്രകുത്തി. ചരിത്രം അതേറ്റുപാടി. തികഞ്ഞ മതേതരവാദിയും മനുഷ്യസ്നേഹിയുമായിരുന്ന ടിപ്പുവിന്റെ മാനുഷികത അനാവരണം ചെയ്യുന്ന പരമ്പര ടിപ്പു സുൽത്താൻ. തിരിച്ചെത്തുന്നു സ്പെഷ്യൽ എഡിഷനിലേക്ക്. കേരളം കടുത്ത വരൾച്ചയിലേക്ക്. മീഡിയ വൺ അന്വേഷിക്കുന്നു. കുടിവെള്ളം മുട്ടുമോ? കേരളത്തിലെ ഭൂഗർഭ ജലനിരക്ക് അപകടകരമായ തോതിൽ കുറയുന്നു. കുടിവെള്ളം കിട്ടാക്കനിയാകുകയാണ്. കേരളത്തിലെ കിണറുകളിൽ വെള്ളം പ്രതിദിനം കുറഞ്ഞു വരുന്നു. കേന്ദ്ര സംസ്ഥാന ജലവിഭവ കേന്ദ്രങ്ങൾ നടത്തിയ പഠനത്തിലാണ് ഇക്കാര്യം വ്യക്തമാകുന്നത്. സംസ്ഥാനത്തെ 26 ബ്ലോക്കുകളിലാണ് അപകടകരമാം വിധത്തിൽ ഭൂഗർഭ ജലനിരക്ക് കുറഞ്ഞത്. ജലത്തിന്റെ ഉപയോഗം ലഭ്യമാകുന്നതിന്റെ 90% മുകളിലാണ്. ഏറ്റവും ഗുരുതരമായ തോതിൽ ഭൂഗർഭ ജലനിരക്ക് താഴ്ന്ന സ്ഥലം പാലക്കാട് ജില്ലയിലെ ചിറ്റൂറാണ്. 100% മുകളിലാണ് ഇവിടുത്തെ ജലോപയോഗം. വ്യവസായശാലകൾ വെള്ളം ഊറ്റിയെടുക്കുന്നതാണ് ചിറ്റൂരിലെ ജലനിരക്ക് കുറയാൻ കാരണം. പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകൾ വരൾച്ചാ ഭീഷണിയിൽ മുന്നിൽ നിൽക്കുന്നു. ഇതിന്റെ ഭാഗമായി കിണറുകളിലും കുഴൽക്കിണറുകളിലും ജലനിരപ്പ് കുറഞ്ഞു. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് മഴ കുറഞ്ഞതോടെയാണ് വരൾച്ച ഇത്രയും രൂക്ഷമായത്. ഈ വർഷം നവംബർ വരെ പെയ്ത മഴയുടെ അളവ് 1273 മില്ലിമീറ്റർ ആണ്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് 795 മില്ലിമീറ്റർ മഴയുടെ കുറവ്. പിന്നെ നമ്മുടെ യൂസേജ് ആണോ പണ്ടുള്ള പോലെ? മേ ബി 25-30 years our population was on something below 2 crores I believe. Today Kerala population is around 3.3 crores. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മൾട്ടിപ്പിൾ ഇമ്പാക്റ്റ് ആണ്, ഒന്നായിട്ട് പറയാൻ പറ്റില്ല. പിന്നെ ഓഫ് കോഴ്സ് ഈ മഴയുടെ സ്വഭാവം മാറിയാൽ പിന്നെ അത് ഇമ്പാക്റ്റ് കൂടും. കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കൊപ്പം മനുഷ്യന്റെ ഇടപെടലും ഭൂഗർഭ ജലനിരക്ക് കുറയാൻ കാരണമാകുന്നു. മണലെടുപ്പാണ് പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. മണലെടുക്കുന്നതിലൂടെ മഴവെള്ളം കടലിലേക്ക് ഒഴുകുന്നതിന്റെ തോത് കൂടുന്നു. സമീപ പ്രദേശങ്ങളിലെ കിണറുകൾ വറ്റുന്നു. ഒപ്പം തണ്ണീർത്തട നികത്തലും കൂടിയാകുമ്പോൾ ഭൂമി വരണ്ടു തുടങ്ങി. ഇക്കാര്യത്തിൽ നടപടികളൊന്നും ഉണ്ടായില്ലെങ്കിൽ അടുത്ത 10 വർഷത്തിനുള്ളിൽ കേരളം മരുഭൂമിയാകും. ഭൂഗർഭജലം സൂക്ഷിച്ചുപയോഗിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഇനിയും കരുതലെടുത്തില്ലെങ്കിൽ നമ്മെ കാത്തിരിക്കുന്നത് വലിയൊരു ജലക്ഷാമം തന്നെയായിരിക്കും. ക്യാമറാമാൻ CP അനിൽകുമാറിനൊപ്പം ഷിത, മീഡിയ വൺ, കോഴിക്കോട്. കാസർകോട്ടെ മജക്കാർ പട്ടികജാതി കോളനിവാസികൾക്ക് കുടിവെള്ളത്തിനായി കുന്നും മലയും താണ്ടണം. ലക്ഷങ്ങൾ ചെലവിട്ട് കോളനിയിൽ സ്ഥാപിച്ച കുടിവെള്ള പദ്ധതി എങ്ങും എത്തിയിട്ടില്ല. വേനൽ രൂക്ഷമായതോടെ കോളനിയിലെ 22 കുടുംബങ്ങൾ ശുദ്ധജലക്ഷാമം നേരിടുകയാണ്. പൊതുകുളം നവീകരിച്ച് ശുദ്ധജലം വീട്ടിലെത്തിക്കാൻ ബ്ലോക്ക് പഞ്ചായത്ത് 2010-2011 പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10 ലക്ഷം രൂപ അനുവദിച്ചു. നവീകരിച്ച കുളത്തിൽ നിന്നും ജലം പമ്പ് ചെയ്ത് കുന്നിൻ മുകളിൽ സ്ഥാപിച്ച ടാങ്കിലെത്തിച്ച് പൈപ്പ് ലൈൻ വഴി വീട്ടിലെത്തിക്കാനായിരുന്നു പദ്ധതി. പദ്ധതിയുടെ ഭാഗമായി ടാങ്ക്, പമ്പ് ഷെഡ് എന്നിവ നിർമ്മിച്ചു. വീടുകളിലേക്ക് വെള്ളമെത്തിക്കാനുള്ള പൈപ്പ് ലൈൻ സ്ഥാപിക്കുകയും ചെയ്തു. പൊതുകുളത്തിന്റെ 4 ഭാഗവും കരിങ്കൽ കൊണ്ട് ഭിത്തി നിർമ്മിച്ചു. എന്നാൽ നിർമ്മാണത്തിലെ അപാകത കാരണം ഇത് തകർന്നു. കുളത്തിൽ നിന്നും വലിയ ഉയരത്തിലാണ് ജലസംഭരണി സ്ഥാപിച്ചിരിക്കുന്നത്. ഇതുകാരണം ഇവിടേക്ക് വെള്ളമെത്തിക്കാൻ വലിയ മോട്ടോർ വേണ്ടിവന്നു. ഇതിന് 3 ഫേസ് വൈദ്യുതി വേണം. എന്നാൽ സിംഗിൾ ഫേസ് വൈദ്യുതി മാത്രമേ ഇവിടെയുള്ളൂ. ഇതറിയാമായിരുന്നിട്ടും പിന്നെ എന്തിനാണ് ഇങ്ങനെയൊരു പദ്ധതിയുടെ പേരിൽ ലക്ഷങ്ങൾ പാഴാക്കിയതെന്നാണ് നാട്ടുകാരുടെ ചോദ്യം. കിണറുകൾ വറ്റിയതോടെ കുന്നും മലയും കയറിയാണ് കോളനിവാസികൾ കുടിവെള്ളം ശേഖരിക്കുന്നത്. നാട്ടുകാർക്ക് യഥേഷ്ടം ജലം നൽകിയിരുന്ന പൊതുകുളമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ ശുദ്ധജല പദ്ധതിയുടെ പേരിൽ കുളം നവീകരിച്ചതോടെ ഭിത്തി തകർന്ന് വെള്ളം ശേഖരിക്കാൻ പോലുമാവാത്ത സ്ഥിതിയായിരിക്കുന്നു. കുടിവെള്ളത്തിന് ഏറെ പ്രയാസപ്പെടുന്ന മജക്കാർ കോളനിയിൽ നിന്നും ക്യാമറമാൻ രാജേഷിനൊപ്പം ഷെഫീഖ് നസ്രുള്ള, മീഡിയ വൺ.
മറ്റു വാർത്തയിലേക്ക്. ഉടുമ്പൻചോല താലൂക്ക് ഓഫീസിലെ ഫയലുകൾ കത്തിച്ചതുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ വകുപ്പുതല അന്വേഷണം തുടങ്ങി. കളക്ടറുടെ നിർദ്ദേശപ്രകാരം ദേവികുളം RDO മധു ഗംഗാധരൻ ഇന്നലെ വൈകിട്ട് 6:30 താലൂക്ക് ഓഫീസിലെത്തി. ജീവനക്കാരിൽ നിന്ന് മൊഴിയെടുക്കുകയും കത്തിയ അവശിഷ്ടങ്ങളുടെ സാമ്പിളുകൾ ശേഖരിക്കുകയും ചെയ്തു. ഫയലുകൾ കത്തിച്ചത് നടപടിക്രമങ്ങൾ പാലിക്കാതെയാണെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. രാജസ്ഥാനിൽ ജർമ്മൻ യുവതിയെ ബലാത്സംഗം ചെയ്ത കേസിൽ പരോളിൽ ഇറങ്ങി മുങ്ങിയ ബിട്ടി മൊഹന്തിയെ രാജസ്ഥാൻ പോലീസ് സംഘം തിരിച്ചറിഞ്ഞു. 4 പേരടങ്ങുന്ന ടീമാണ് കണ്ണൂരിലെത്തിയത്. നാളെ ബിട്ടിയുമായി കണ്ണൂർ പോലീസ് രാജസ്ഥാനിലേക്ക് യാത്ര തിരിക്കും. സൂര്യനെല്ലി കേസിൽ PJ കുര്യന്റെ പങ്ക് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി വിശദമായ വാദം കേൾക്കുന്നതിനായി ഹൈക്കോടതി മാറ്റിവെച്ചു. ഹർജി നിലനിൽക്കുമോ എന്നതിൽ സർക്കാർ പിന്നീട് നിലപാടറിയിക്കും. ജസ്റ്റിസുമാരായ KT ശങ്കരൻ, ML ഫ്രാൻസിസ് ജോർജ് എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. കേസിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട് CPIയുടെ വനിതാ വിഭാഗമായ ജനാധിപത്യ മഹിളാ സംഘം ജനറൽ സെക്രട്ടറി കമല സദാനന്ദനാണ് ഹർജി നൽകിയത്. SK പൊറ്റക്കാടിന്റെ ജന്മശതാബ്ദി ആഘോഷങ്ങൾക്ക് നാളെ തുടക്കമാകും. 1 വർഷം നീളുന്ന ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ആദ്യ പരിപാടി കേരള സാഹിത്യ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് നടക്കും. ലോകപ്രശസ്ത സാഹിത്യകാരൻ, സഞ്ചാരിയായ എഴുത്തുകാരൻ, നാടിന്റെയും ലോകത്തിന്റെയും കഥ പറഞ്ഞ SK പൊറ്റക്കാടിന് ജന്മനാട് ആദരമൊരുക്കുകയാണ്. ജന്മശതാബ്ദിയുടെ ഭാഗമായി 3 ദിവസം നീളുന്ന പരിപാടിയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. MT വാസുദേവൻ നായർ ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്യും. പൊറ്റേക്കാടിന്റെ സാഹിത്യ മേഖലകളെക്കുറിച്ചുള്ള ചർച്ചകളും അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മ പങ്കുവയ്ക്കലും പരിപാടിയിലുണ്ട്. ഒരു ജന്മം മുഴുവൻ സേവനമനുഷ്ഠിച്ച ആ മഹാനായ എഴുത്തുകാരനെ ഓർമ്മിക്കുക എന്നുള്ളത്, മലയാളികളെ ഓർമ്മിപ്പിക്കുക എന്നുള്ളത് കേരള സാഹിത്യ അക്കാദമിയുടെ ഒരു ദൗത്യമാണ്. അതാണ് അക്കാദമി ഇപ്പോൾ നിർവഹിച്ചുകൊണ്ട് ഇരിക്കുന്നത്. ആഘോഷത്തോടനുബന്ധിച്ച് നടന്ന ഇല്ലസ്ട്രേഷൻ ക്യാമ്പിൽ ഒരു ദേശത്തിന്റെ കഥയും കാപ്പിരികളുടെ നാടും വിഷകന്യകയും വരയിലൂടെ പുനരാവിഷ്കരിക്കപ്പെട്ടു. SK പൊറ്റക്കാട് സാംസ്കാരിക കേന്ദ്രത്തിന്റെ സഹകരണത്തോടെയാണ് ആഘോഷ പരിപാടികൾ നടക്കുന്നത്. മീഡിയ 1 കോഴിക്കോട്. കർണാടകയിൽ മുനിസിപ്പൽ കോർപ്പറേഷനുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് മേൽക്കൈ. ഭരണകക്ഷിയായ BJPക്കും BS യെദ്യൂരപ്പയുടെ കർണാടക ജനതാ പാർട്ടിക്കും കനത്ത തിരിച്ചടിയേറ്റു. 207 നഗരഭരണ സ്ഥാപനങ്ങളിലെ 4976 സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. 4423 സീറ്റുകളുടെ ഫലം വന്നപ്പോൾ 1782 സീറ്റുകളിൽ കോൺഗ്രസ് ജയിച്ചു. 798 സീറ്റുകളാണ് BJPക്ക് ലഭിച്ചത്. മറ്റൊരു പ്രതിപക്ഷ പാർട്ടിയായ ജനതാദൾ സെക്യുലർ 866 സീറ്റുകളിൽ ജയിച്ചു. യെദ്യൂരപ്പയുടെ കർണാടക ജനതാ പാർട്ടിക്ക് 256 സീറ്റുകളാണ് നേടാനായത്. ഈ മാസം 8-നാണ് മുനിസിപ്പൽ കോർപ്പറേഷനുകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നത്. ഈ വർഷം ജൂണിൽ കർണാടകയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള കോൺക്ലേവ് നാളെ വത്തിക്കാനിൽ തുടങ്ങും. സെന്റ് ബസിലിക്ക കത്തീഡ്രലിന് സമീപമുള്ള സിസ്റ്റൈൻ ചാപ്പലിലാണ് കോൺക്ലേവ് നടക്കുന്നത്. തെരഞ്ഞെടുപ്പിന് 115 കർദിനാൾമാർ പങ്കെടുക്കും. കോൺക്ലേവിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ഫെബ്രുവരി 28-ന് പോപ്പ് ബെനഡിക്ട് 16 സ്ഥാനത്യാഗം ചെയ്തതിനെ തുടർന്നാണ് പുതിയ മാർപ്പാപ്പക്കായി തെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത്. നിലവിൽ 115 കർദിനാൾമാർക്കാണ് ഇപ്പോൾ വോട്ടവകാശമുള്ളത്. 80 വയസ്സിൽ താഴെയുള്ള കർദിനാൾമാർക്ക് മാത്രമേ വോട്ടവകാശമുള്ളൂ. സിസ്റ്റൈൻ ചാപ്പലിന്റെ അടച്ചിട്ട മുറിയിലാണ് തെരഞ്ഞെടുപ്പ്. രഹസ്യ ബാലറ്റ് ഉപയോഗിച്ചാണ് തെരഞ്ഞെടുപ്പ്. 3-1 ഭൂരിപക്ഷം നേടുന്ന വ്യക്തി മാർപ്പാപ്പയാകും. ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായി. പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ സിസ്റ്റൈൻ ചാപ്പലിന്റെ ചിമ്മിനിയിൽ നിന്ന് വെളുത്ത പുക ഉയരും. ഇന്ത്യയിൽ നിന്ന് 5 കർദിനാൾമാർ കോൺക്ലേവിൽ പങ്കെടുക്കും. സീറോ മലബാർ സഭ ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരി, സീറോ മലങ്കര മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ബെസിലിയസ് മാർ ക്ലിമ്മീസ് എന്നിവരും ഇതിൽപ്പെടും. ബെനഡിക്ട് 16 പിൻഗാമിയായി ആര് വരുമെന്ന ആകാംക്ഷയിലാണ് ലോകം. അന്തർദേശീയം മീഡിയ 1. മൊഹാലി ടെസ്റ്റിനുള്ള ഓസ്ട്രേലിയൻ ടീമിൽ നിന്ന് വൈസ് ക്യാപ്റ്റൻ ഷെയ്ൻ വാട്സൺ അടക്കം 4 താരങ്ങളെ പുറത്താക്കി. ടീം മാനേജ്മെന്റിന്റെ ഉത്തരവുകൾ അനുസരിക്കാത്തതിനെ തുടർന്നാണ് നടപടി. വൈസ് ക്യാപ്റ്റൻ ഷെയ്ൻ വാട്സൺ, പേസർമാരായ മിച്ചൽ ജോൺസൺ, ജെയിംസ് പാറ്റീസൺ, ബാറ്റ്സ്മാൻ ഉസ്മാൻ ഖ്വാജ എന്നിവരെയാണ് പുറത്താക്കിയത്. ഇന്ത്യക്കെതിരെയുള്ള ആദ്യ 2 ടെസ്റ്റിലും ഓസ്ട്രേലിയ പരാജയപ്പെട്ടിരുന്നു. അടുത്ത ടെസ്റ്റുകളിൽ ടീമിന്റെ പ്രകടനം മെച്ചപ്പെടുത്തുന്നതിന് താരങ്ങളോട് നിർദ്ദേശങ്ങൾ നൽകാൻ കോച്ച് മിക്കി ആർതർ ആവശ്യപ്പെട്ടു. ശനിയാഴ്ച രാത്രിയായിരുന്നു നിർദ്ദേശങ്ങൾ നൽകാനുള്ള അവസാന സമയം. ഇതിനകം നിർദ്ദേശം നൽകാത്തതിനെ തുടർന്നാണ് 4 പേരെയും മാറ്റി നിർത്താൻ തീരുമാനിച്ചത്. കോച്ച് മിക്കി ആർതർ വാർത്താ സമ്മേളനത്തിലാണ് തീരുമാനം പ്രഖ്യാപിച്ചത്. ക്യാപ്റ്റൻ മൈക്കൽ ക്ലാർക്കുമായി കൂടിയാലോചിച്ചാണ് തീരുമാനമെന്നും അദ്ദേഹം പറഞ്ഞു. തീരുമാനം പ്രഖ്യാപിച്ച ഉടൻ ഷെയ്ൻ വാട്സൺ നാട്ടിലേക്ക് മടങ്ങി. പരിക്ക് മൂലം ദീർഘകാലം പുറത്തായിരുന്ന വാട്സൺ ഇന്ത്യൻ പര്യടനത്തിലാണ് ടീമിലേക്ക് മടങ്ങിയെത്തിയത്.
ബാറ്റിംഗിലും ബൌളിംഗിലും മികച്ച പ്രകടനം നടത്തുന്ന വാട്സന്റെ അഭാവം ഓസ്ട്രേലിയക്ക് തിരിച്ചടിയാകും. ബൌളിംഗിലെ ഓപ്പണിംഗ് കൂട്ടുകെട്ടാണ് മിച്ചൽ ജോൺസണും ജെയിംസ് പാറ്റിസണും. 4 മത്സരങ്ങളടങ്ങിയ ടെസ്റ്റ് പരമ്പരയിൽ ഓസ്ട്രേലിയ 2-0 പിന്നിലാണ്. ഹൈദരാബാദിൽ നടന്ന ഒന്നാം ടെസ്റ്റിൽ ഇന്നിംഗ്സിന് 139 റൺസിനുമാണ് ഓസ്ട്രേലിയ തോറ്റത്. തോൽവിക്ക് ശേഷം ഓസ്ട്രേലിയൻ മാധ്യമങ്ങളും മുൻ താരങ്ങളും ടീമിനെ രൂക്ഷമായി വിമർശിച്ചു. വ്യാഴാഴ്ചയാണ് മൊഹാലിയിൽ 3ാം ടെസ്റ്റ് ആരംഭിക്കുന്നത്. കായികം മീഡിയ 1. പ്രധാന വാർത്തകളിലേക്ക് വീണ്ടും. ഡൽഹി കൂട്ടബലാത്സംഗ കേസിലെ മുഖ്യപ്രതി റാംസിംഗ് തിഹാർ ജയിലിൽ മരിച്ചത് ഗുരുതരമായ വീഴ്ചയെന്ന ആഭ്യന്തരമന്ത്രി സുശീൽ കുമാർ ഷിൻഡെ. മജിസ്റ്റീരിയൽ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് കിട്ടിയ ശേഷം നടപടി. കേസിലെ മറ്റു പ്രതികളുടെ സുരക്ഷ ശക്തമാക്കാൻ വിചാരണ കോടതിയുടെ നിർദ്ദേശം. കഥകളി ആചാര്യൻ കലാമണ്ഡലം രാമൻകുട്ടി നായർ അന്തരിച്ചു. 84 വയസ്സായിരുന്നു. പാലക്കാട് വെള്ളിനേഴിയിലെ വസതിയിലായിരുന്നു അന്ത്യം. കോഴിക്കോട് പന്നിയങ്കരയുണ്ടായ സംഘർഷത്തെക്കുറിച്ച് ഉന്നതതല അന്വേഷണം നടത്താൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി ഇളങ്കോവൻ അന്വേഷിക്കും. യുവാക്കളുടെ മരണത്തിനിടയാക്കിയ വാഹന പരിശോധന നടത്തിയ SI അനിൽകുമാറിനെതിരെ നടപടി വേണമെന്ന് സർവകക്ഷി യോഗത്തിൽ ആവശ്യം. SI കുറ്റക്കാരനല്ലെന്ന IG ജോസ് ജോർജ്. സംഭവത്തിൽ ബാഹ്യശക്തികളുടെ ഇടപെടലുണ്ടെന്ന് കലക്ടർ. 2.5 വർഷത്തിനു ശേഷം അൻവാർശേരിയിലെത്തിയ അബ്ദുൽ നാസർ മദനി പ്രാർത്ഥനയ്ക്കിടെ പൊട്ടിക്കരഞ്ഞു. മാതാപിതാക്കളെ കണ്ട ശേഷം മദനിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. നാളെ വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയനാക്കും. മൊഹാലിയിൽ നടക്കുന്ന 3ാം ടെസ്റ്റിനുള്ള ഓസ്ട്രേലിയൻ ടീമിൽ നിന്ന് ഷെയ്ൻ വാട്സൺ അടക്കം 4 പേർ പുറത്ത്. നടപടി ടീം